കന്നി കിരീടത്തിനായുള്ള തീവ്ര ശ്രമവുമായി 2024 ഡ്യൂറൻ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിന് ഇറങ്ങുകയാണ്. 2024-25 സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ പോരാട്ടമാണ് ഡ്യൂറൻ കപ്പ്. ഡ്യൂറൻ കപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയത്. ഗ്രൂപ്പ് സിയിൽ 2 ജയവും 1 സമനിലയും ഉൾപ്പെടെ 7 പോയിന്റോടെ ഒന്നാം സ്ഥാനക്കാരായിരുന്നു ബ്ലാസ്റ്റേഴ്സ്. ക്വാർട്ടർ ഫൈനലിൽ ചിരവൈരികളായ ബംഗളൂരു FC ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. നാളെ ഇന്ത്യൻ സമയം 7 മണിക്കാണ് ഈ വൈരി പോരാട്ടം നടക്കാൻ പോകുന്നത്. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയമാണ് വേദി. മൈക്കിൾ സ്റ്റാറയുടെ ശിക്ഷണത്തിൽ ഡ്യൂറൻ കപ്പ് സെമി ഫൈനൽ ടിക്കറ്റാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നോട്ടം വെച്ചിട്ടുള്ളത്. ഇതുവരെ ഡ്യൂറൻ കപ്പിന്റെ സെമി ഫൈനലിൽ പ്രവേശിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല. ശക്തമായ ടീമുമായിട്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിനിറങ്ങുക. ബംഗളൂരു FCക്കെതിരായ 2024 ഡ്യൂറൻ കപ്പ് ക്വാർട്ടർ ഫൈനലിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത 11 ഏതായിരിക്കുമെന്ന് നോക്കാം. ഗ്രൂപ്പ് ഘട്ടത്തിലെ സ്റ്റാർട്ടിംഗ് 11കളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ ബല കാത്തത് യുവതാരം സോംകുമാർ ആയിരുന്നു. ഈ വർഷം ജൂണിൽ 4 വർഷ കരാറിലാണ് സോംകുമാർ ബ്ലാസ്റ്റേഴ്സിലെത്തിയത്. വിദേശ ക്ലബ്ബുകളിൽ കളിച്ചു പരിചയമുള്ള സോംകുമാർ 3 മത്സരങ്ങളിൽ നിന്ന് 1 ഗോൾ മാത്രമാണ് വഴങ്ങിയത്. 1-ാം നമ്പർ ഗോളിയായ സച്ചിൻ സുരേഷ് അടക്കമുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർ സംഘം പരിശീലനം നടത്തുന്നുണ്ട്. എന്നാൽ ഡ്യൂറൻ കപ്പ് ക്വാർട്ടർ ഫൈനലിൽ സോംകുമാർ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ബല കാക്കുക എന്നാണ് സൂചന. ഡ്യൂറൻ കപ്പ് ഗ്രൂപ്പ് ഘട്ട പോരാട്ടത്തിനിടെയാണ് ഫ്രഞ്ച് സെന്റർ ബാക്ക് താരമായ അലക്സാണ്ടർ കോഫ് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലെത്തിയത്. നിലവിൽ ടീമിനൊപ്പം പരിശീലനം നടത്തുന്നുമുണ്ട്. മാത്രമല്ല, ഡ്യൂറൻ കപ്പിനുള്ള ബ്ലാസ്റ്റേഴ്സ് സംഘത്തിൽ അലക്സാണ്ടർ കോഫിനെ മുഖ്യ പരിശീലകൻ മൈക്കിൾ സ്റ്റാറെ ചേർത്തിട്ടുണ്ട്. ബംഗളൂരു FCക്കെതിരെ താരം ഇറങ്ങുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ മിലോസ് ഡ്രിൻസിച്ച്, മുഹമ്മദ് സഹീഫ് എന്നിവർ മാത്രമാണ് എല്ലാ മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തിൽ ഉണ്ടായിരുന്നത്. ക്വാർട്ടറിൽ ഡ്രിൻസിച്ചിന് പകരം കോഫ് എത്തുമോ എന്നത് സംശയമാണ്. ഫ്രെഡി ലാൽമാവ, ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ എന്നിവരാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിര നയിക്കുന്നത്. ഡാനിഷ് ഫറൂഖ്, മുഹമ്മദ് അസർ എന്നിവരും കഴിഞ്ഞ മത്സരങ്ങളിൽ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടായിരുന്നു. എന്നാൽ ആക്രമണത്തിൽ 3 അംഗ സംഘത്തെയാണ് മൈക്കിൾ സ്റ്റാറെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത്. പകരക്കാരനായി ഇഷാൻ പണ്ഡിതയും എത്തുന്നുണ്ട്. നോഹ സദയി, മുഹമ്മദ് ഐമൻ, ക്വാമ പെപ്ര, ഇഷാൻ പണ്ഡിത എന്നിവരടങ്ങുന്ന ആക്രമണ സംഘം ഗ്രൂപ്പ് ഘട്ടത്തിൽ 14 ഗോളാണ് എതിർ ഗോൾ വലയിൽ നിക്ഷേപിച്ചത്. 2 ഗോൾ മാത്രമാണ് മുന്നേറ്റ നിരയ്ക്ക് പുറത്തുനിന്ന് വന്നത്. അങ്ങനെ നോക്കിയാൽ ഗോൾ കീപ്പർ സോംകുമാർ, പ്രതിരോധം ഐബാൻഡ ഡോഹ്ലിംഗ്, മിലോസ് ഡ്രിൻസിച്ച് അല്ലെങ്കിൽ അലക്സാണ്ടർ കോഫ്, പ്രീതം കോട്ടാൽ, മുഹമ്മദ് സഹീദ്, മധ്യനിര മുഹമ്മദ് ഐമൻ, അഡ്രിയാൻ ലൂണ, ഫ്രെഡി, മുന്നേറ്റം നോഹ സദയി, മുഹമ്മദ് ഐമൻ, ക്വാമ പെപ്ര എന്നിങ്ങനെയായിരിക്കും സാധ്യത സ്റ്റാർട്ടിംഗ് 11.